എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിലേക്ക് ഞാൻ ഇഡ്ഡലി റൈസ് ആട്ടോ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ട് നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു തേങ്ങ വേണം. തേങ്ങ ഞാനവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിരവിയിട്ട് പകുതി തേങ്ങയും പകുതി അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ഒരു തവി മാവ് എടുത്തിട്ട് കപ്പി കാച്ചാനായിട്ട് വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു തവി മാവ് ഞാൻ കപ്പി കാച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇത് കുറുക്കിയെടുക്കണം. എന്നിട്ടിത് നന്നായി തണുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് തീ മീഡിയം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഇത് കുറുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയിട്ട് വരും. മെല്ലെ ചെയ്യണം. നന്നായി ഒന്ന് കുറുകി വരട്ടെ. ഇനി അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടായി ഇത്ര നല്ല കട്ടിയായിരിക്കണം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഒരു തവി മാവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് വേണം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് മധുരം കൂടിയും ചേർത്തിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചസാര കുറച്ച് മതി, മധുരം അധികം വേണ്ട. അതുകൊണ്ട് ഇവിടെ ഞാൻ കുറുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച മാവുന്ന് ഒരു കയ്യിൽ മാവും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം അരച്ച് വെച്ചത് നമ്മൾക്ക് ഇത് ഈ മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ ദോശയുടെ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കേട്ടോ അപ്പത്തിൻ്റെ മാവ്. അപ്പോഴാണ് നമുക്ക് അപ്പം പരത്തുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതൊരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ മാവ്, അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോയാൽ അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി മൂടി വയ്ക്കാം. എന്നിട്ട് രാവിലെ അപ്പം ഉണ്ടാക്കാം. മാവ് എന്തായി നോക്കാം. അപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കരുത് കേട്ടോ. ഒന്നൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു പാൻ വെച്ച് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഞാനവിടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹോള് വരുമ്പോഴാണ് നമ്മൾ അടച്ച് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാൻ പാടുള്ളൂ. ഇത് മൂടി വയ്ക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ അങ്ങനെ ഓരോന്നോരോന്ന് ഓരോ തവി ഒഴിച്ചൊഴിച്ച് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ മട്ടൻ കറിയാണ് ഒന്ന് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെയും താങ്ക് യു.